പിറവന്തൂരിലെ റബ്ബർ തോട്ടത്തിൽ ചങ്ങലയിൽ ബന്ധിച്ച നിലയിൽ കണ്ടെത്തിയ മൃതദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം നടത്തി. പുരുഷന്റെ മൃതദേഹമാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയാൽ മാത്രമേ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ കഴിയൂ എന്ന് പോലീസ് പറഞ്ഞു. സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. പിറവന്തൂർ വൻവിള മുക്കടവ് ആളുകേറാമലയിലെ റബ്ബർ തോട്ടത്തിനുള്ളിൽ ചങ്ങലയിൽ ബന്ധിച്ച നിലയിൽ കണ്ടെത്തിയ മൃതദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം നടപടികളാണ് നടന്നത്. പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ എത്തിച്ചാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത്. മൃതദേഹം പുരുഷന്റേതാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ബാക്കി വിവരങ്ങൾ പോലീസ് രഹസ്യമായി സൂക്ഷിച്ചിരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ കഴിയൂ എന്ന് പോലീസ് പറഞ്ഞു. പുനലൂർ മൂവാറ്റുപുഴ പാതയിൽ മുക്കടവ് പാലത്തിനു സമീപം റബ്ബർ തോട്ടത്തിൽ ചങ്ങലയിൽ ബന്ധിച്ച നിലയിൽ മൃതദേഹം കണ്ടെത്തിയ സ്ഥലത്ത് പോലീസിന്റെ പരിശോധന തുടരുകയാണ്. ഇന്നലെ ഏകദേശം 8 മണിയോടുകൂടി ജനങ്ങൾ അറിഞ്ഞ ഒരു കൊലപാതകമാണ് ഗുരുതരമായ രീതിയിൽ. ഏകദേശം ഇന്നലെ വേറൊരു സംഭവമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ മനോജ് വന്മള ചാനലിൽ കിട്ടിയിട്ട് ഒരാൾ എൻ്റെ വാർഡിലേക്ക് വന്നതാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട കവറേജിലാണ് ഒരു ഫുട്ബോൾ വരുന്നത്. ഒരു അജ്ഞാത മൃതദേഹം കഴിഞ്ഞ രീതിയിൽ പോലീസിനെ അറിയിച്ചതായി. അങ്ങനെ പോലീസ് സൈഡിൽ നിന്ന് എന്നെ വിളിക്കുന്നു. അപ്പോൾ നമ്മുടെ സുഹൃത്ത് ചാനലുകാരെല്ലാം വിളിക്കുന്നു. അപ്പോൾ എനിക്ക് ഈ സംഭവമായിട്ട് യാതൊരു വ്യക്തതയില്ല, എന്താണെന്ന് അറിയില്ല. അങ്ങനെ ഞങ്ങൾ ഈ പ്രദേശത്ത് വന്ന് അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് അറിഞ്ഞത് ഈ ശബരിമല സീസണുമായിട്ട് ബന്ധപ്പെട്ട് കടകളിൽ ജോലി ചെയ്തൊരു തമിഴ് സ്വദേശി കുളവ് പറിക്കാനായിട്ട് ഈ കുന്നിന് മുന്നിൽ പോയതാണ്. അദ്ദേഹമാണ് ഇത് ആദ്യമായി കാണുന്നത്. അദ്ദേഹം വന്ന് ഈ പ്രദേശവാസികളോട് ഇത് പറയുകയും അങ്ങനെ ഉടൻ തന്നെ പോലീസിൽ അറിയിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ മുഴുവൻ പോലീസ് സേന ഇവിടെ എത്തുകയും അങ്ങനെ ഞാൻ ഉൾപ്പെടെ കയറിച്ചെന്ന് കണ്ടപ്പോൾ അതിഭീകരമായ രീതിയിലൊരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. കൈയും കാലും ചങ്ങലയിൽ ബന്ധിച്ച് റബ്ബർ മരത്തിൽ ചുറ്റി ലോക്ക് ചെയ്ത നിലയിൽ ഒരു അഴുകിയ ഡീകമ്പോസ്റ്റായ ഒരു ബോഡി. ബോംബ് സ്ക്വാഡും കെമിക്കൽ അനലൈസിംഗ് വിഭാഗവും പരിശോധന നടത്തി. സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പി സ്ഥലത്തെത്തിയിട്ടുണ്ട്. കൊല്ലം റൂറൽ എസ്.പി. ടി.കെ. വിഷ്ണുപ്രദീപന്റെ നേതൃത്വത്തിലാണ് വിശദമായ പരിശോധന നടത്തുക. ഒരു കൈയും കാലും ചങ്ങലയിൽ ബന്ധിച്ച് റബ്ബർ മരത്തിൽ ചുറ്റി താഴിട്ട് പൂട്ടിയ നിലയിലായിരുന്നു മൃതദേഹം. മുഖം തീവച്ച് കരിച്ചിരുന്നതായും സംശയമുണ്ട്. മൃതദേഹത്തിന് ആഴ്ചകളുടെ പഴക്കമുള്ളതായാണ് നിഗമനം. കഴുത്തിൽ മാല കിടപ്പുണ്ടായിരുന്നു. സ്ത്രീയുടേതോ പുരുഷന്റേതോ എന്ന് സ്ഥിരീകരിക്കാൻ കഴിയാത്ത രീതിയിലായിരുന്നു മൃതദേഹം. മൃതദേഹത്തിന് സമീപത്തു നിന്ന് ഒഴിഞ്ഞ കന്നാസും കുപ്പിയും ബാഗും പോലീസ് കണ്ടെടുത്തു. ഡോഗ് സ്ക്വാഡും ഫോറൻസിക് വിദഗ്ധരും പരിശോധന നടത്തി. മരിച്ചയാളിനെക്കുറിച്ച് യാതൊരു സൂചനയും പോലീസിന് ലഭിച്ചിട്ടില്ല. മിസ്സിംഗ് കേസുകളൊന്നും തന്നെ പുനലൂർ സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്തിട്ടുമില്ല. കൊട്ടാരക്കര ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാവിലെ റബ്ബർ തോട്ടത്തിൽ കാന്താരിമുളക് പറിക്കാൻ പോയ തമിഴ്നാട് സ്വദേശിയാണ് മൃതശരീരം ആദ്യം കണ്ടത്. കഴിഞ്ഞ കുറേ നാളുകളായി ടാപ്പിംഗ് നടത്താതെ കാട് മൂടിക്കിടക്കുന്ന നിലയിലായിരുന്നു റബ്ബർ തോട്ടം. ഏറെ ഉയരമുള്ള മലയുടെ മുകളിൽ എങ്ങനെ ഇയാൾ എത്തി, ആരാണ് ചങ്ങല കൊണ്ട് ബന്ധിച്ചത്, കൊലപ്പെടുത്തിയതാണോ എന്നുള്ള സംശയങ്ങളാണ് പോലീസ് അന്വേഷിക്കുന്നത്. ഇതിൻ്റെ അന്വേഷണം ഊർജിതമാക്കണം. പോലീസ് ഡിവൈഎസ്പി ഉൾപ്പെടെയുള്ളവർക്ക് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ ഈ നാടിൻ്റെ ആശങ്ക മാറ്റണം. എന്തുകൊണ്ട് ഇതിൻ്റെ ഇങ്ങനെ സംഭവിച്ചു? ഈ പ്രദേശത്ത് വലിയ ഇതിൻ്റെ മാഫിയ ബന്ധങ്ങളുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെയൊക്കെ അതിക്രൂരമായി ഇങ്ങനെ ചെയ്യണമെങ്കിൽ അതുകൊണ്ട് ആകെ രീതിയിലാണ് ഞങ്ങൾ ഇപ്പോഴും അതിൻ്റെ അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇന്നും ഇതിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് പോലീസ് സേന എത്തിയിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം.